അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉമ്മായും അനിയത്തിയൊക്കെ പോകുന്നു. അവരുടെ കയ്യിൽ കുറച്ച് സാധനമൊക്കെ മക്കൾക്ക് കൊടുത്തു വിടണം. തിരിച്ച് വന്നിട്ട് നമ്മൾ പള്ളിപ്പാട്ട് പപ്പാട വീട് നിങ്ങൾ അധികം പേരും കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന ഭാർഗവീ നിലയം അതൊന്ന് കണ്ടിട്ട് വരാം. വിളഞ്ഞത് ഉണ്ടെങ്കിൽ കുറച്ച് പഴുപ്പിക്കാനായിട്ടും കൊടുത്തിടും. പക്ഷെ വിളവായിട്ടില്ല, കണ്ടോ, എല്ലാം മുകളിലേക്കുണ്ട്. എല്ലാം പിന്നെ നമ്മുടെ ഈ മാവിൽ നാട്ടുമാവ് നിറച്ച് നിൽപ്പുണ്ട്. പക്ഷേ അതും വിളഞ്ഞിട്ടില്ല കേട്ടോ. രാജിക്കുട്ടനൊക്കെ ചപ്പി തിന്നാൻ കുറച്ച് മാങ്ങ കൊടുത്തു വിടണമെന്നുണ്ട്. പക്ഷേ എല്ലാം വിളഞ്ഞില്ല, കണ്ടോ. നിറച്ച് മാങ്ങയുണ്ട് ഇതിലിത് നാട്ടുമാവിൽ. താങ്ങൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുക. ഇതൊക്കെ എൻ്റെ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ താഴേന്ന് വന്ന് വെച്ച് കഴിച്ചേനെ. ഉണ്ട്, മുകളിലേക്കും ഉണ്ട്, നിപ്പുണ്ട്. നാട്ടുമാവിൽ ശരിക്കും മാങ്ങ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ഇതിൽ ഒരു വശത്ത് പൂക്കുന്നതേ ഉള്ളൂ, കണ്ടോ. ഇതിലും ഉണ്ട് കുറച്ച്, അത് ഉള്ളിലേക്കാണ്. പക്ഷേ കണ്ടോ, നമ്മുടെ അവക്കാടോ ഇന്ന് വരെ പൂത്തിട്ടില്ല. ഞാൻ ഒരിക്കൽ മോതിരവളയം ചെയ്തപ്പോൾ ഒന്ന് പൂത്ത് കാണിച്ചു, ചെറിയ പൂവായിട്ടൊന്ന് കാണിച്ചു. പിന്നെ ഇതുവരെയും പൂത്തിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നു. ഇല കുഞ്ഞാവുമ്പോൾ കാ പിടിക്കുമെന്ന് പറയും. പക്ഷേ 13 വർഷം കഴിഞ്ഞ് ഇതുവരെ ആയിട്ടില്ല. ഇവിടെ ഈ മാവിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ചൊന്ന് പറിച്ചെടുക്കട്ടെ. നമുക്ക് പോകുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ണിക്കല്ലായിരുന്നു. ഇപ്പോഴും വിളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഒരു പരുവത്തിനൊക്കെ ഉള്ളത് വിളഞ്ഞത് നോക്കി ഒന്ന് പിച്ചി എടുത്തതാണ്. പാവൽ തിന്നുകൊണ്ട് പോവുക എല്ലാം. പച്ച പോലും പാവൽ നിർത്തുന്നില്ല. അപ്പം എന്തായാലും ഞാൻ ഇതിൽ നിന്നൊരു കുറച്ചവർക്ക് കൊടുത്തു വിടാമല്ലോ. അനിയത്തി അവർക്കും കൊടുത്തു വിടണം. നമ്മുടെ മുരിങ്ങയിൽ ഒരു മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് നാടൻ മുരിങ്ങയ്ക്ക. എന്ത് ചെയ്യാനാ, ആവുന്നതേ ഉള്ളൂ. പൂത്ത് നിൽക്കുന്നു. ഇപ്പോൾ കാ പിടിക്കുന്നതെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു മുരിങ്ങയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അതും കൂടെ 2-3 പീസാക്കിയിട്ട് കൊടുത്തു വിടാം. കുറച്ചതിനെ നിറച്ച് പിടിച്ചു തരുന്നെങ്കിൽ പിടിച്ചു. പക്ഷേ അത് ഇപ്പം പാകമല്ല. ഈ ഒരെണ്ണമേ ഉള്ളൂ. മറ്റെല്ലാം തിരിയായിട്ട് നിൽക്കുക, കുഞ്ഞ് തിരിയാണ്, കണ്ടോ. അപ്പോൾ ഈ ഒരെണ്ണം മാത്രം പാകമായിട്ടുള്ളൂ. ബാക്കി ഈ മാങ്ങായിൽ നിന്നും വിളഞ്ഞത് നോക്കി കുറച്ച് അവർക്ക് കൊടുത്തു വിടാനാണ്. അപ്പോൾ ഞങ്ങൾ താണ്ട ഉമ്മച്ചായും അനിയത്തിയൊക്കെ യാത്രയാക്കാനായിട്ട് അവിടെ വരെ ഒന്ന് പോവുകയാണ്. പക്ഷേ തലേദിവസം രാത്രി ഞങ്ങൾ പോയി പെട്ടി കെട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ അച്ചാറുകളും കുറേ ബേക്കറി സാധനങ്ങളും മക്കളുടെ കുറേ തുണികളും അതും ഇതും ഒക്കെ എല്ലാം കൂടെ 10-25 കിലോ നമ്മുടേത് തന്നെ ഉണ്ട്. കൊടുത്ത് ഉള്ളതെല്ലാവർക്കും അവർക്ക് 2 കൂട്ടർക്കും കൊടുത്തു. ഞാൻ ആ 3 ഇവർ കൊണ്ടുവന്നതിൽ 5-6 എടുത്ത്. ഇവിടെ പെട്ടികെട്ടൽ തകൃതിയായി നടക്കുകയാണ്. അവസാനവട്ട മിനുക്കുപണികളിലാണ്. കുഴഞ്ഞോരോന്ന് കിടക്കുന്ന. അയ്യടാ, ഓരോന്നോരോന്ന് കെട്ടി മാറ്റുക. കണ്ട, ഇതിലൊക്കെ 23 കിലോ വീതമാണ്. കണ്ട, കൊച്ചു പെട്ടിയത്. പക്ഷേ 23 കിലോ ഉണ്ട്. ഓരോരുത്തരുടെയും പെട്ടികൾ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. വേണ്ട, ബാക്കി തുണി വേണോ? എന്താ വേണം? ഇല്ല, വന്നില്ല, വരട്ടെ. അത് അടിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. കുറച്ച് പേരുടെതൊക്കെ ഒട്ടിച്ച് ഇനി ഉണ്ട് ഒട്ടിക്കാൻ. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സുബിമോൾ ദേ പോവാനായിട്ട് റെഡിയായി. ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്ക് പോയിട്ട് ഇപ്പം തിരിച്ചു വന്നതാണ്. അവർ 11:30 ആകുമ്പോൾ ഇറങ്ങും. പക്ഷേ നമുക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ല, പോകും. അവനെ ഇപ്പൊ ഇച്ചിരി മേടിച്ചിട്ടായിരുന്നു. കുഞ്ഞാണെങ്കിലും അതിലും അവനും അത് മാറിയിട്ടില്ല. ഇത് മറ്റേതൊന്ന് കെട്ടിയേച്ച് വേണം. ഇത് അതല്ല, മറ്റേ ഈ തലയില് അല്ലാത്ത ഒരെണ്ണമുണ്ടല്ലോ, ഇപ്പോഴും കിട്ടുന്ന മിസറിൽ വേണ്ട. അതവിടെ അത് പുറകിലാണ്. അതാ എപ്പോഴും
പോട്ടെ, ഞങ്ങളെന്നാ പല്ലിന്റെ ഇത് കൊടുക്കണം. ഇല്ല, അവന് ഷർട്ടും ഒരിതുവേ ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള അവിടെ ചെന്നിട്ട് നിന്റെ കൂട്ടുകാരനവിടെ കാത്തിരിപ്പുണ്ട്. അതിനു കുഞ്ഞപ്പനും ഇവളും കൂടെ ഭയങ്കര കൂട്ടാ. ഇവളെ ജീവന്റെ ജീവനവന്, അവക്കാതെ അതിന്റെ അപ്പുറം ഉയര. പോട്ടെ അമ്മയുടെ മക്കള് മൊത്തം അവിടെ ഉണ്ട്. ഫിറോസ് ഉണ്ട്, സുലുക്കുട്ടൻ, ഷാലു, റുക്കു, അൻസർമോൻ, അസ്ലമ്. ഉമ്മ ഇപ്പൊ പോകാൻ പോകുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന അതേ ഒരു ഇതിൽ തന്നെയാണ്. ഉമ്മയുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും കൊച്ചുമക്കളുടെ മക്കളും എല്ലാരും അവിടെയുണ്ട്. ഓ പോവല്ലേ, ഒരു വഴിക്ക് പോകുന്നോണ്ടെല്ലാം പറഞ്ഞിട്ട്. ആ ഉമ്മ സമയം എന്റെ ഉമ്മച്ചാട ഏറ്റവും ഇളയ അനിയത്തിയ. ഇവര് 10 മക്കളാ. എന്റെ ഉമ്മയുടെ എല്ലാവരും ഇളയ 10ാമത്തെ ആളായിരിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്കി വെച്ചു വാ. അല്ലാഹുവേ, നമ്മൾ വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറി പോകാൻ പറ്റില്ല. ഇതേ താക്കോൽ അവർക്ക് കണ്ട സ്ക്രീനിൽ കാണിക്കും. വേറെ എന്തെങ്കിലും എടി എല്ലാം എടുത്ത് വെച്ചേ. എന്തുവാ ഉടുപ്പ് വറുതായോ? ഇല്ല, നല്ല പാകത്തിന് വെട്ടി റെഡി ആക്കിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ആ ഇത്രേ ആകാവൂ ഉമ്മാക്ക്, താഴെ കിടന്നഴയാതെ. അത്രയാവട്ടെ. പോട്ടെ എന്നാ, പോട്ടെ, ടാറ്റ. കൊണ്ടുപോകാനായിട്ട് കുറേ മാങ്ങ പറിച്ചു, കുറച്ചേ പോകാൻ പറ്റിയുള്ളൂ. അപ്പം ഞാൻ വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണക്കാൻ. ഞാനൊന്ന് അടമാങ്ങ ആയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മാങ്ങ മാത്രമായിട്ടൊന്ന് ഉണക്കാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെയുണ്ട്. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇത് ഒരെണ്ണം ഉണ്ട്, ഒരു 1/2 കിലോയ്ക്ക് മേലെയുണ്ട് ഒരു മാങ്ങ. അത്ര മൊത്തം മാങ്ങയാണ് കണ്ടോ. പാവൽ കഴിച്ചുകൊണ്ട് പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതും കൂടെ ഒന്ന് അരിഞ്ഞുണങ്ങി അടമാങ്ങ ആയിട്ട് മക്കൾക്ക് ഞങ്ങൾ പോവുമല്ലോ, അന്നേരം കൊണ്ടുപോകാം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ മൽഗോവ ഉണ്ടല്ലേ, അത് മാത്രമായിട്ടൊന്ന് അരിഞ്ഞെടുത്താണ്. വിളഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒത്തിരി വിളഞ്ഞിട്ടില്ല കേട്ടോ, പഴുക്കാനൊന്നും ആയിട്ടില്ല. ഇതിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണക്കി അച്ചാറിട്ടാൽ അടിപൊളിയാണ്. നന്നായിട്ട്. ഇപ്പം ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് വെയിലത്തേക്ക് വെക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നല്ല വെയിൽ കൊണ്ടതിന് ശേഷം വൈകുന്നേരം ആകുമ്പോൾ ഇതൊന്ന് വാടുമല്ലോ, അന്നേരം ഉപ്പിടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തെ വെയിലങ്ങോട്ട്, 2 or 3 ദിവസത്തെ നല്ലതായിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കി വാരി ടിന്നിലിട്ട് വെച്ചിട്ട് അവിടെ ചെന്നിട്ടായാലും നമുക്ക് അച്ചാറിടാമല്ലോ. സമാധാനമായിട്ട് പതുക്കെ കുറേശ്ശെ എടുത്ത് അച്ചാറിടാം. അതാ ഈ മധുരമുള്ള ഇച്ചിരി മധുരം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 3 ദിവസമായില്ലേ പറിച്ചിട്ട്. മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറിച്ചതാണേ. നമ്മൾ 1-ാം തീയതി പറിച്ചു വെച്ചു. 3-ാം തീയതി അവർ അങ്ങ് ചെന്നിട്ടുണ്ട്. ഉമ്മായും അനിയത്തിയൊക്കെ അങ്ങ് സൗദിക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ബാക്കി വന്ന മാങ്ങയാണ് കുറച്ചേ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ. സാരമില്ല, നമുക്ക് ബാക്കി ഇതിങ്ങനെ ഉണക്കി എടുക്കാമല്ലോ. അപ്പം നിങ്ങളിങ്ങനെ മധുരം നന്നായിട്ട് ചെനച്ച മാങ്ങ, അതായത് നല്ല വിളഞ്ഞ മാങ്ങ അച്ചാറിട്ടിട്ട് ഇങ്ങനെ ഉണക്കിയിട്ട് അച്ചാറിട്ടാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് പച്ചയ്ക്ക് നമുക്കിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് വെയിലത്തേക്ക് വെക്കട്ടെ. വലിയൊരു താമ്പാളത്തിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കേ, നമ്മുടെ മാങ്ങ ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ വലിയ മാങ്ങ ഉണ്ടല്ലോ, ഈ വലിയ ഡമണ്ട മാങ്ങ, ഈ ഡമണ്ട മാങ്ങയുടെ വീതി ഉണ്ടോ. അപ്പോൾ നല്ല മാംസമുള്ള മാങ്ങയാണ് കണ്ടോ.
അതിൻ്റെ വീതി ഉണ്ടോ നല്ല, സാധാരണ നമ്മുടെ ഒരു മാങ്ങയുടെ ഉൾവശം പോലെ അല്ല, നല്ല മാംസമുള്ള നല്ല വീതിയാണ്. ഉണ്ടോ? സാധാ മാങ്ങ, സാധാ അതേണ്ടതേ മൂവാണ്ടനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊരാൾ ഇച്ചിരി തന്നതാണ് നമുക്കിവിടെ മൂവാണ്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നാണ്. അതിൻ്റെ അതും നോക്ക് ഇതും നോക്ക്. കണ്ടോ? ആനയും കൊതുകും. കണ്ടോ? ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു 1.25 കിലോയ്ക്ക് അടുത്ത് കാണും. അത്രണ്ട വലിയ മാങ്ങയാണ്. അത് നല്ല മാംസമാണ് കേട്ടോ, നല്ല മാംസക്കട്ടിയുള്ള മാങ്ങയാണ്. മാങ്ങാണ്ടി ചെറുതും മാങ്ങ നല്ല കട്ടിയുള്ളതുമാണ്. അതും വാവൽ തരുന്നില്ല, പച്ചയ്ക്ക് അടിച്ചുകൊണ്ട് പോകുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പോൾ ഓർത്ത് 5-6 ഉണക്കിയിട്ട് നമുക്ക് ഓവറായിട്ട് ഉപ്പിടാതെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ട് ഈത്തപ്പഴവും കൂട്ടി അച്ചാറിടണം. ഇത് നല്ല പഴം പോലിരിക്കും, നല്ലതാണ്. നമ്മൾ ഈ അടമാങ്ങ എല്ലാവരും വിചാരിക്കും അടമാങ്ങ എന്തിനു കൊള്ളാമെന്ന് വിചാരിക്കും, പക്ഷേ അടമാങ്ങ അച്ചാറിട്ടാൽ അടിപൊളിയാണ്. ഇതാ കണ്ടോ, ഞാനിതിപ്പോൾ ഉണക്കാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല. കുറച്ച് വെയിലത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്, ഇനി ബാക്കിയാണ്. മാങ്ങയൊക്കെ വെയിലത്തിട്ടു. നമ്മൾ ഊണുമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ പപ്പ എന്നെ വിളിച്ചു. ഞാൻ 2 വർഷത്തിന് മേലെയായി പള്ളിപ്പാട്ട് നമുക്ക് ഒരു വീട് പൂട്ടിയിട്ടിട്ടുണ്ടല്ലോ. ഓലമേഞ്ഞ വീടുകളും അപൂർവം ഓടുമേഞ്ഞ വീടുകളും ഒക്കെയുള്ള ഒരു കാലത്ത്, ഒരു 34-35 വർഷത്തിന് മുമ്പ് അന്നത്തെ സൂപ്പർ സ്റ്റാർ പദവിയിൽ തലയെടുപ്പോട് കൂടി ഇരുന്ന ഒരു വീട് ഇന്ന് കണ്ടാൽ പ്രേതാലയം. ശരിക്കും ഒരു പ്രേത ഹൗസ്, അതായത് ഭാർഗവീ നിലയം എന്ന് തന്നെ പറയാം. നമുക്കതൊന്ന് കണ്ടു കളയാം. പള്ളിപ്പാട്ടോട്ട് പോകുന്ന ജഗരണ്ട മരങ്ങൾ പൂത്തു നിൽക്കുന്നുണ്ട്. നമ്മള് അബഹയിൽ പോയപ്പോ കണ്ടില്ലേ, അതേമാതിരി. മട്ടുപ്പാവ് വീട് സ്വപ്നമായിരുന്നൊരു കാലത്ത് നല്ല അടിപൊളി തലയെടുപ്പോടുകൂടി ഈ പാലം കയറുമ്പോൾ നമുക്കവിടെ വീട് കാണാം. അതുമാതിരിയുള്ളൊരു വീടും തൊഴുത്ത് നിറയെ പശുക്കളും ഹാള് നിറച്ച് നെല്ല് മൂട കൂട്ടിയിട്ടിരിക്കുന്നു. ചുറ്റോട് ചുറ്റും നമ്മുടെ കണ്ടമാണ്. കൃഷിയും കാര്യങ്ങളും ആളും ബഹളവും എല്ലാം കൊണ്ടും എന്താ ഓർക്കാൻ കൂടെ വയ്യ. ആ വീടും ആ പറമ്പും ഇപ്പം കണ്ടാൽ ഞാനും ഞെട്ടും നിങ്ങളും ഞെട്ടും കണ്ടാൽ. സത്യം പറഞ്ഞാൽ ഇപ്പം കണ്ടാൽ ഭാർഗവീ നിലയമാണോ പ്രേതാലയമാണോ എന്താണെന്നറിയില്ല. കരിമ്പായൽ പിടിച്ച് കാട് കയറി വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 വർഷം കഴിഞ്ഞ് അവിടേക്ക് പോയിട്ട്. എൻ്റെ ഹസ്ബൻഡ് തന്നെ 2-3 മാസം കൂടുമ്പോൾ ഒന്ന് പോകും. നമ്മുടെ പപ്പാട ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുക. എന്താ പാടം കണ്ടോ, അടിപൊളിയല്ലേ. ഇവിടെ ഭയങ്കര ഇതൊരു നിലമായിരുന്നു, ഭയങ്കര ആഴമുള്ള നിലമായിരുന്നു നമുക്ക് കൃഷി ചെയ്യുന്ന. അപ്പൊ ഇത് നികത്തി കണ്ടോ. ഇതൊന്ന് റോഡെന്ന് പറയാനുള്ള ഒരിതേ ഉള്ളായിരുന്നു. വലിയ വലിയ കല്ലുകള് മെറ്റിൽ കഷ്ണങ്ങള് താണ്ടി ഇത്രയും നടന്ന് വേണമായിരുന്നു ബസ് കയറാൻ പോകാൻ. ബസ് എന്ന് പറയുമ്പോ ഒരു ബസ് കാണും, ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ഒരു വണ്ടി വരുന്നത്. പട്ടി നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കുട്ടികളെ. കണ്ട റോഡിൽ നിന്ന് കണ്ട, ഇതാ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് കണ്ടതാ. ഇങ്ങനെ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിയോ, മാവ് മൊത്തം വെട്ടിക്കളഞ്ഞില്ലേ. ഈ വഴിയിൽ നിറയെ മരങ്ങളായിരുന്നേ. അപ്പം അതുകൊണ്ട് നമുക്കൊരു ബൈക്ക് കഷ്ടിച്ച് പോകാനേ പറ്റത്തുള്ളായിരുന്നു. എന്താ ഇതാണ് നമ്മുടെ പപ്പാടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. കണ്ട ഇനി അങ്ങ് വരെ ഈ ഒരു നടപ്പാതയാണ് കേട്ടോ. പക്ഷെ സത്യത്തിൽ ഇത് ശരിക്കും വീതിയുണ്ട്. ഇത് ആ കണ്ടത്തിലോട്ട് അങ്ങനെ ഇറങ്ങി ഇതായിരിക്കുക. കിളികളാ, നിറയെ കിളികളാ. തൂക്കണാങ്കുരുവിയുടെ കൂട് കണ്ടോ, കണ്ടത് അതിൻ്റെ അകത്ത് അത് കിളി കൂട് കെട്ടിക്കൊണ്ടിരിക്കുക. കണ്ടോ തൂക്കണാങ്കുരുവി, ഇഷ്ടംപോലെ കിളികളാ. ഇനിയിപ്പോൾ കൊയ്ത്താവുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഇങ്ങനത്തെ കിളിക്കൂടുകളാ. കാണാമോ? ആ കാറ്റത്ത് കിടന്ന് ആടുന്നുണ്ടോ? ദേ കിളി വന്ന് കയറി. അത് ഈ കുഞ്ഞുങ്ങളുണ്ട്, അതോ കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു. അമ്മയും അച്ഛനും ഒക്കെ ആ കൂടിന് ചുറ്റും നിൽക്കുന്നത്. നല്ല വെയിലുണ്ട്. ആ കാണുന്ന ആ ഒരു തെങ്ങയിൽ
4 കൂടാണ് കണ്ട. 4 എണ്ണം. ആ ഓലയുടെ തുമ്പത്തൊരെണ്ണം ഉണ്ട്, ഇച്ചിരി അങ്ങോട്ട് നീങ്ങി കണ്ട. 4 എണ്ണം ഒന്നുപോലെ 4 കൂടുകൾ. എല്ലാം ആ തെങ്ങോലയുടെ ഈ ഓലയുടെ ഇത് വെച്ചിട്ട് കീറി കീറി എടുത്തത്. ഇതിലും ഉണ്ട് ഒരെണ്ണം കണ്ടതേ, ദേ കിടന്നാടത്. ഇതിലും ഉണ്ട് തോണ്ടത് കണ്ട. ഒത്ത ഇതാ കൊയ്ത്ത് സമയമാകുമ്പോൾ ഇങ്ങനെയാ. ഇതിനകത്തൊക്കെ കിളിക്കൂടുണ്ട് കേട്ടോ. ഒരു കിളി ഇതേ ഇപ്പം പറന്നുപോയി. ഈ കാണുന്നതൊക്കെ പിന്നെ ദേ ആ കാണുന്നത് നമ്മൾ വിചാരിക്കുന്ന നെല്ലാണെന്ന് വിചാരിക്കത്തില്ലേ, വരിയെന്ന് പറയും. അതത് ഞാൻ കാണിച്ചു തരാം, അടുത്ത് കാണിച്ചു തരാം. നമ്മളിതാ ഇപ്പോൾ അവിടെ നിന്നാണ് വന്നത്. തെങ്ങിൻ്റെ എല്ലാ തെങ്ങിൻ്റെ അവിടെ നമ്മൾ കിളിക്കൂടൊക്കെ കണ്ടില്ലേ, അതാ കണ്ട. നമ്മളിതാ പുരയിടം മുഴുവനും കാട് കയറി കിടക്കുകയാണ്. ഒരശും പ്ലാവും മാവും പുളിയും എല്ലാം ഉണ്ട്, എല്ലാം ഇഷ്ടം പോലെ. വീട് കണ്ട പ്രേതാലയം ഉണ്ട്, ആരും താമസവും ഇല്ല. ആല് വരെ കിളിച്ച് നിൽക്കുന്നുണ്ട്. കിണർ ഞങ്ങൾ നോക്കത്ത് പോലും ഇല്ല, ഇങ്ങോട്ട് വരുത്തത് പോലുമില്ല. 35 വർഷമായ വീടാണ്. എന്താ ഇത് വരിക്കയാണെന്ന് തോന്നുന്നില്ലേ? നല്ല വെള്ള കളറ് ചക്കയ്ക്ക് ഇല്ലയോ, ഒരു മഞ്ഞ കളറ്. അയ്യോ ആ നിറച്ച് മൂവാണ്ടനേലും ഉണ്ട് ഇല്ലേ? ആ മൂവാണ്ടനേലും ഉണ്ട്, കിളിച്ചുണ്ടനേലും നിറച്ച് നിപ്പുണ്ട് കേട്ടോ കൊച്ചുവനെ. കിളിച്ചുണ്ടനെ നിറയെ നിപ്പുണ്ട്. ആ ശോ ആ അതുകൊണ്ടതോ അങ്ങോട്ട് നിൽക്കുന്ന കമ്പ് മൊത്തം ഉണ്ട്, അപ്പുറത്തും ഉണ്ട്, പെട്ടിക്കലയായിട്ട് കിടക്കുന്നു. എനിക്ക് ഈ ചക്ക കണ്ടിട്ട് കണ്ട് നല്ല കളറ് സായിപ്പന്മാരെ കണ്ടതുപോലെ ഇരിക്കുന്നു ഇല്ലയോ? കന്യാകുമാരിയിലൊക്കെ ചെല്ലുമ്പോഴേ ചില സായിപ്പന്മാരുടെ ചെമ്പമ്പൂടെ ഇല്ലേ, അതുമാതിരി. സാധാരണ ചക്കയുടെ കളറല്ല ഇത് കേട്ടോ. ആ ഗോൾഡൻ കളറ് ആണല്ലേ? ഇത് ഇട്ട് നോക്കിയിട്ടുണ്ടോ? അല്ല ആദ്യമായിട്ടുണ്ടാവുക അല്ലേ, അതറിയുന്നു. അത് ശരി. വരിക്കയാ എന്തായാലും, വരിക്കയാ. തെങ്ങെല്ലാം പോയി കണ്ടോ, അതാ കണ്ടോ, എല്ലാം മണ്ട പോയി നിൽക്കുന്നു. അതിലൊക്കെ തേങ്ങ ഉണ്ട്. ചക്ക കിടക്കുന്ന കണ്ടോ, ഉണ്ടോ ചക്കയാ. ഈ ചക്കയാണോ ഞാൻ നിങ്ങൾ പറഞ്ഞത് വിളഞ്ഞെന്ന്? ദാ ഇതിലും ഉണ്ട് ചക്ക കണ്ടോ, ഇഷ്ടം പോലെ ചക്കയുണ്ട്, പ്ലാവുണ്ട്. വേണ്ട അല്ല മൊത്തം മുളയാണ് കേട്ടോ, മുള കീറി ഇതായിരിക്കും. സീനത്തെ പറമ്പ് മൊത്തം കാട് കയറി കിടക്കുക. ഞാനേതാണ്ട് ഒരു 2 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ട്. നമ്മുടെ വസ്തുവിൻ്റെ ഏറ്റവും മൂലക്കിതാ ഇങ്ങനെ ഒരു തോടൻ, നമ്മുടെ കണ്ടത്തിലേക്ക് വെള്ളം ഈ പരമ്പ് അങ്ങോട്ട് തുറന്ന് വെച്ചിട്ടാണ് ഇതിൽ നിന്ന് വെള്ളം കയറ്റുന്നത് കേട്ടോ. അതാണ്ട കണ്ട എന്ത് രസമാണ്. ഇവിടെ വന്നാൽ ഞാൻ പാത്രമൊക്കെ കിണറിൽ നിന്ന് വെള്ളം കോരി കഴുകുന്നതിനേക്കാളും പൈപ്പിൽ നിന്ന് എടുത്ത് കഴുകുന്നതിനേക്കാളും ഇപ്പം ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാണ് ഇത് കൊള്ളാത്തതായിട്ട് തോന്നുന്നത്. ഇവിടോട്ട് കൊണ്ടുവന്നിട്ട് കഴുകി എല്ലാം എടുത്തുകൊണ്ട് പോകും. എല്ലാം കാട് പിടിച്ച് കിടക്കുക, കാട് പിടിച്ച് കണ്ട. പുളിയാ, കുടംപുളി ഉണ്ടല്ലോ നമ്മുടെ കുടംപുളി. ഇതൊരു മൂടുണ്ട്, അപ്പുറത്തൊരെണ്ണമുണ്ട്, നിറച്ച് പുളി പിടിക്കുന്നതാണ്. ഒക്കെ വീണ് കിടക്കുകയാണ്. കുടംപുളി ഒരെണ്ണം വീണ് കിടപ്പുണ്ട്, ആഞ്ഞിലിയൊക്കെ വീണ് കിടക്കുക കണ്ടോ. കാടായി കാരണം ഞങ്ങളിങ്ങോട്ട് വരുത്തേ ഇല്ല. ഇപ്പം ഇതും പുളിയാ, വേണ്ട കുടംപുളിയാണ്, ഇതൊക്കെ കുടംപുളിയാണ്. പിന്നെ നമ്മൾ വരുത്തതേ ഇല്ല. 2 കൊല്ലം ആയി ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ട് പോലും. കണ്ടതേ ആഞ്ഞിലി വീണ് കിടന്നിട്ട് അതിൽ കായുണ്ടായി കിടക്കുന്നുണ്ട്, ആഞ്ഞിലി ചക്ക വേണ്ടതേ കണ്ട. ഇതുപോലെ ആയിരുന്നു കുടംപുളി, വലിയൊരു കുടംപുളി ഇവിടുന്ന് ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു, അതിലും നിറയെ കായുണ്ടാവുക. വേണ്ടതേ ഇതെല്ലാം കുടംപുളിയാണ്. അതേണ്ട കണ്ട
പുളി പിടിക്കുന്നതേ ഉള്ളു. കണ്ട പൂത്ത് കായായി വരുന്നതേ ഉള്ളു. വലിയൊരു മരം അപ്പുറത്തുണ്ട്, നിറയെ കുടംപുളിയും എല്ലാം ഉള്ള ഒരു പുരയിടവും വീടും ആയിരുന്നു. ആഞ്ഞിലി വീണ് കിടക്കുകണ്ട, ആഞ്ഞിലിയാണ്. കാട് പിടിച്ചു. ഇനിയിപ്പോൾ ഇതെല്ലാം വെട്ടിത്തെളിക്കാൻ പറഞ്ഞ ആളിനെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം നിറയെ വാഴക്കൊലയും ഇത് മൊത്തം ഇതിലെല്ലാം മരങ്ങളായിരുന്നു, എല്ലാം പോയി. വലിയ പിടിമുറ്റാത്ത മരങ്ങൾ, അതിൻ്റെ അകത്ത് നിറയെ പശുക്കളെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. പശുക്കൾ ഇഷ്ടംപോലെ ആ വലിയൊരു എരുത്തിലായിരുന്നു ഇവിടെ. അതിൻ്റെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ വലിയൊരു എരുത്തിലായിരുന്നു ആ ഭാഗത്തായിട്ട്. അതിൻ്റെ കല്ലുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ ആരുമില്ലല്ലോ. 8 പശുക്കൾ, തൊഴുത്ത് നിറയെ പശുക്കൾ. ഇതാ ഇഷ്ടംപോലെ കൊല നിൽപ്പുണ്ട്, വാഴക്കൊല. വീട് കാണണമെങ്കിൽ നമ്മൾ എല്ലാം പ്ലാവും ആഞ്ഞിലിയും മാവും പിന്നെ തെങ്ങും വാഴയും മുള എല്ലാം ഉണ്ട്. എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ താമസമില്ലാതായി ഇതിങ്ങനെ കിടന്ന് നശിച്ച് പോവുകയാണ്. കണ്ട അന്ന് 30-35 വർഷത്തിന് മുമ്പ് ഓലയും ഓടും മാത്രമുള്ള ഒരു കാലത്ത് അടിപൊളി ഒരു വീട് വെച്ചിട്ട് എന്നെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ഇന്ന് ഇത് കണ്ട, നമുക്കിവിടെ പറ്റത്തില്ല, നമുക്ക് പറ്റിയ ഇടമല്ല എന്നെനിക്ക് ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് ഞങ്ങൾ വേറെ വാങ്ങിച്ചങ്ങ് മാറിയത്. നമുക്ക് സ്റ്റെയർ കേസൊക്കെ കണ്ടോ? അയ്യോ കണ്ടാ പേടി വരില്ലേ? ഞാൻ പറഞ്ഞില്ലേ പ്രേതാലയം എന്ന് പറഞ്ഞില്ലേ. നമുക്ക് സ്റ്റെയറിൻ്റെ എന്തുമാത്രം മാങ്ങ പിടിക്കുന്ന മാവുകളും. ഇവിടെയും നമുക്ക് കയ്യെത്തി ടെറസിൻ്റെ മേളിൽ വന്ന് നിന്നുകൊണ്ട് ചക്കയൊക്കെ കേട്ടോ. അത് വിളഞ്ഞു കിടക്കുമെന്ന് തോന്നുന്നു. എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ് കുട്ടികളെ, നമുക്കിവിടെ താമസിക്കാനുള്ള എനിക്കിഷ്ടമല്ല ഇവിടെ, സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ. പാവം എന്തായിരിക്കുന്നു, 10-16 വർഷത്തെ പൈസ മൊത്തം മുടക്കി. ഇത് കണ്ടം പോലെ താഴ്ചയായിരുന്നു. അതിൻ്റെ അകത്ത് കുത്തി നികത്തിച്ച് നമ്മുടെ കണ്ടെത്തി നിന്ന് തന്നെ എന്തുമാത്രം ചെളി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്നറിയാമോ. അങ്ങനെ എടുത്ത് നല്ല അടിപൊളി നമ്മുടെ ആദ്യം വാങ്ങിച്ച 1.5 ഏക്കർ ആ കണ്ടെത്തി നിന്ന് ഒരുപാട് മണ്ണെടുത്ത് ഇട്ട് വൃത്തിയാക്കി പൊക്കി ഇത് പുരയുടെ ബാക്കി എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ചിപ്പ് ചെയ്തിട്ട് രണ്ടാമത് പ്ലാസ്റ്റ് ചെയ്തതാണ് ഇത് കേട്ടോ. ആദ്യത്തെ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഇത് കുത്തി ഇളക്കിച്ചിട്ട് വീണ്ടും സിമെൻറ്റ് ചെയ്ത സംഭവമാണ്. മൊത്തം ഈ മുള വന്നാൽ തന്നെ കാട് പിടിക്കും, കാടായി. ഞങ്ങൾ താമസവും ഇല്ലല്ലോ, വല്ലപ്പോഴും വന്ന് തേങ്ങ ഇട്ടുകൊണ്ട് വരും എന്നുള്ളതല്ലാതെ ഇങ്ങോട്ട് വരുത്തതേ ഇല്ല. അപ്പം മാവും പ്ലാവും പുളിയും തേങ്ങയും വാഴയും എല്ലാം നിറഞ്ഞ അടിപൊളി ഒരു സ്ഥലമാണ്. പക്ഷേ ഈ അടിപൊളി ഈ കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പറ്റത്തില്ല, ആ ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു മെച്ചമെന്ന് പറഞ്ഞാൽ നമ്മുടെ എരുത്തിലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വാരി ചാണകമൊക്കെ അത് പുഞ്ചയാണ്. അങ്ങോട്ട് കാണുന്ന പിന്നെ മുള നിൽക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ പുഞ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുരയിടത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് 5-8 പശുക്കളുണ്ടല്ലോ, ഈ പശുക്കളുടെ ചാണകം ചാമ്പൽ ഇതെല്ലാം കണ്ടത്തിലേക്ക് ഇടാനും എളുപ്പമായിരുന്നു. നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള ആ ഭാഗം മുതൽ നമ്മുടെ വീടിൻ്റെ എൻഡ് വരെ നമ്മുടെ കണ്ടങ്ങളാണ്. മാങ്ങ നിൽക്കുന്നുണ്ടോ? ഇവിടെ ഒരു തത്തച്ചുണ്ടമാവ് ഉണ്ടായിരുന്നു ഇതിനോട്, വീടിനോട് ചേർന്ന്. രാത്രിയിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് കിടന്നുകൊണ്ട് പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് വിളഞ്ഞ മാങ്ങ പൂളി കഴിക്കും. അമ്മായി എവിടാ? ഓഹോ, ഞങ്ങളുടെ മാതാമ്പറമ്പിലെ ലതയാണിത്. ഞങ്ങളുടെ അമ്മായി ഇല്ല. വേണ്ട നെല്ല് ഒന്നും ആയിട്ടില്ല അല്ലേ? 2 ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ കൊയ്യാവായിരിക്കും അല്ലേ?
നമ്മുടെ പുരയിടത്തോട് ചേർന്നാണ് നമ്മുടെ പുഞ്ച കണ്ടങ്ങളെല്ലാം. പിന്നെ തോടിനക്കരെ കുറച്ചുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരയിടത്തിലും ഒരു പാക്ക് കണ്ടത്തിലുമാണ് കറ്റയെല്ലാം കൊയ്ത് വെച്ചിട്ട് പെണ്ണുങ്ങളെല്ലാം ഇത് ചവിട്ടി മെതിക്കുന്നതും അതുപോലെ തൂറ്റു മെഷീൻ കൊണ്ടുവന്ന് ഇതെല്ലാം തൂറ്റിയെടുക്കുന്നതും വീട്ടിൽ ഹാളിലും മുറ്റത്തും കണ്ടത്തിലും എല്ലാം മൂട കൂട്ടിയിട്ടിരിക്കുന്നത് എല്ലാം ഒരു സ്വപ്നമാണിപ്പോൾ. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു വീടാണ്. നമ്മുടെ അളകനന്ദയും തിരുമക്കൊച്ചും ശാന്തയും നെല്ല് പുഴുങ്ങുന്നതും ഉണക്കുന്നതും എന്ത് രസമുള്ള കാലം. കൊഴുപ്പച്ചീരയാ ഇത് കണ്ട, കൊഴുപ്പച്ചീര എന്ന് പറയും. ഇത് കണ്ട കൊഴുപ്പ എല്ലാം ഉണ്ട്. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പുരയിടത്തിൻ്റെ എൻഡ് കണ്ടങ്ങളാണ്. ഉണ്ടോ? ഒന്നും ആയിട്ടില്ല, നെല്ല് ഇനിയും വിളയാനുണ്ട്. കാട് പിടിച്ച് കിടക്കുക കണ്ടോ മൊത്തം. വല്ലപ്പോഴുമെങ്കിലും ഇങ്ങോട്ടൊന്ന് വരുത്തുപോലും ഇല്ല, ആരും വരുത്തില്ല സത്യം പറഞ്ഞാൽ. പപ്പ മാസത്തിലൊരിക്കലോ 2-3 മാസം കൂടുമ്പോഴോ വന്നൊന്ന് തേങ്ങ ഇടാനായിട്ടൊന്ന് വരും, അത് തന്നെ. അല്ലാതെ ഇങ്ങോട്ടൊന്നും വരുത്തുപോലും ഇല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് വേണ്ടാന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ പോയതാ. കാണാൻ ഭംഗിയാണ്, പക്ഷെ നമുക്ക് മക്കളെയൊക്കെ കൊണ്ട് താമസിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. ഞങ്ങൾ വീടിനോട് വിട പറഞ്ഞതാ. പോവുകയാണ് കുട്ടികളെ, പോവുകയാണ്. എൻ്റെ സുലുക്കുട്ടൻ ഓടി നടന്ന സ്ഥലമാണ് കേട്ടോ. എൻ്റെ പൊന്നുമോൻ ഓടി നടന്ന് കളിച്ച. ഇവിടെ വെള്ളം പൊങ്ങിയ ഇവിടെ എല്ലാം വെള്ളമാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് വള്ളം ഉണ്ടായിരുന്നു. വള്ളത്തേലാണ് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങുന്നത്. റോഡ് തോരതാ, അങ്ങോട്ട് നീങ്ങണം കണ്ടോ. അത്രയും ദൂരമുണ്ട് റോഡും നമ്മുടെ വീടുമായിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. കണ്ട നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ കുട്ടികളെ. നമ്മുടെ പള്ളിപ്പാടിൻ്റെ മനോഹാരിത, ഈ മനോഹാരിത മാത്രമേ ഉള്ളൂ മക്കളെ. താമസിക്കാൻ വരുമ്പോൾ അറിയാം. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ടവും ഇത് പാക്ക് കണ്ടമായിരുന്നു. ഇത് ഈ ഞാറ് പാകത്തില്ലേ, പാകുന്ന കണ്ടവ പാകി കിളിപ്പിച്ചിട്ടാണ് പറിച്ച് അപ്പുറത്തെ കണ്ടങ്ങളിലേക്കൊക്കെ നടുന്നത്. അങ്ങനത്തെ പാക്ക് കണ്ടമായിരുന്നു ഇത്. നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമ്മുടെ കിളിക്കൂടുകളും കിളികളും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു കണ്ട. അമ്മേ ഇവിടുന്ന് ഒരു പൊക്കമാണ് കേട്ടോ. ഇങ്ങനെ പൊക്കത്തിൽ ഇങ്ങോട്ട് കയറിയിട്ട് വേണം പോകാൻ. ഇവിടുത്തെ ആൾക്കാരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. നീ ചെയ്യ് ഞാൻ ചെയ്യ്. നമ്മുടെ കണ്ടത്തിൽ നിന്ന് സ്ഥലവും കൊടുത്ത്, നമ്മുടെ കണ്ടത്തിൽ നിന്ന് മണ്ണും ഇഷ്ടം പോലെ കൊടുത്ത്, അന്നത്തെ കാലത്ത് ഏതാണ്ട് പൈസയും കൊടുത്ത് എല്ലാം ചെയ്തിട്ടും നമ്മുടെ വഴി ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. അങ്ങോന്ന് ഇങ്ങി വരെ നമ്മുടെ വസ്തുക്കളാണ് പോകുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് യാതൊരു ഇതുമില്ല. എന്നാൽ പോലും അവരാരും ഇതിന് സഹകരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ, നമ്മുടെ കണ്ടത്തിൽ നിന്ന് അത്രയും സ്ഥലവും പോയി, നമ്മുടെ കണ്ടത്തിലെ മണ്ണും ശരിക്കെടുത്തു, അതിൽ നിന്ന് എടുത്തിട്ട് കുറേ നികത്തി, പൈസയും പോയി. എന്നിട്ടും റോഡാവുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാ ഇത് അങ്ങനെ കിടക്കട്ടെ. അതെ, ഞാൻ പറഞ്ഞു വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് തോന്നി ഒന്ന് വന്നേക്കാമെന്ന്. ഭ്രാന്താലയം പോലെ കിടക്കുന്ന വെച്ചാൽ കണ്ടിട്ട് ഞാൻ പറയുക, അന്നേ ആഞ്ഞിലിമുട്ടി പാലം കയറുമ്പോൾ നമ്മുടെ ആ ഒരൊറ്റ വീടേ ഉള്ളൂ വാർത്ത് വെള്ളയടിച്ച ഒരു വീട്. ബാക്കി എല്ലാ ഓലയും ഓടങ്ങനെ അപൂർവമായിരുന്നു. എല്ലാം ചെറ്റപ്പരേ ഓല വീടും. ആ ഒരു സ്ഥാനത്ത് നമ്മുടെ വീട് ഇന്ന് കണ്ട പ്രാന്താലയം, അതായത് ഭാർഗവീ നിലയം എന്ന് പറയും. പിന്നെന്താണ്ട് വിശേഷം, സുഖമാണോ? വയ്യ. അമ്മാമ എന്തിയാ? അമ്മാമയെ കണ്ടിട്ട് ഒത്തിരി നാളായി. അമ്മാമോ, വണ്ടി തിരിക്ക്. വരട്ടെ. അറിയാത്തവരാണേ. ഇവിടം വരെ വന്നപ്പോൾ അമ്മാമയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്തോ ഇപ്പം ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. നമ്മുടെ
പപ്പാടെ വീടുമൊക്കെ കഴിഞ്ഞ് ജസ്റ്റിനില്ലേ ചെറുക്കൻ. ഒരുപാട് നടപ്പ് നടന്നിട്ടുള്ള റോഡാണ് ഇത് കേട്ടോ. ഇങ്ങനൊന്നും അല്ലായിരുന്നു. അയ്യോ, ആ കടമ്പയൊക്കെ കടന്നാണ് തമ്പുരാനെ നമ്മള് ഇവിടുന്ന് അങ്ങ് പോയത്. ഒന്നോർത്താൽ ആ സമയത്ത് തോന്നിയ ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയായിരുന്നു. ഇവിടായിരുന്നു ഇവിടെ പെട്ടുപോയേനെ. അകപ്പെട്ടാ പന്നി ചൊരക്കാക്കറി. ഞാൻ പക്ഷെ കൊതറി ഓടി, ഇവിടുന്ന് രക്ഷപ്പെട്ടോടി. ഒരു തരത്തില് വേറൊരു സ്ഥലം വാങ്ങിപ്പിക്കാനോ താമസിപ്പിക്കാനോ സമ്മതിക്കാത്ത ആളുകളായിരുന്നു. അപ്പൊ അവസാനം ഞാൻ കടുംപിടുത്തം പിടിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് നമുക്ക് അങ്ങനെ മാറാൻ പറ്റിയതും നമ്മൾ അവിടെ സെറ്റിലായതും. ഹരിപ്പാട് തന്നെ ആ വീട് സ്ഥലവും വാങ്ങിച്ച് അവിടെ താമസിക്കുക. ഒരുപാട് പേരുടെ എതിർപ്പുകളെ വകവയ്ക്കാതാണ് അത് മേടിച്ചത് പോലും സത്യം. പക്ഷെ സത്യത്തിൽ അതുകൊണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ഇവിടെ കടന്ന് ഇങ്ങനെ ആയി പോകത്തതേ ഉള്ളായിരുന്നു ജീവിതം. പപ്പ ചെറിയ പ്രായത്തില് ഗൾഫിലെത്തി 6.5 വർഷം നാട്ടിൽ വരാതെ നിന്ന് വസ്തു വാങ്ങിച്ച് വീട് വെച്ച് എല്ലാ സെറ്റപ്പോടും കൂടി വന്ന് സ്വർണവും കൊണ്ടുവന്നിട്ടിട്ടാണ് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത്. ആ വീട്ടിലേക്ക്, സ്വന്തമായിട്ട് വെച്ച വീട്ടിലേക്കാണ് എൻ്റെ കൈപിടിച്ച് ചെന്ന് കയറിയത്. പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എൻ്റെ മോനെയും കൊണ്ട് എനിക്ക് അവിടെ പറ്റത്തില്ല. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.